നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ ഉടൻ ക്ലീൻ ഔട്ടാകും. ഇങ്ങനൊരു വാർത്ത ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. കാരണം അതിനുള്ള അണിയറ നീക്കങ്ങൾ നടന്നു വരികയാണ്. ഒരു പുതുമുഖമാകും, അല്ലെങ്കിൽ AICCക്ക് വേണ്ടപ്പെട്ടയാളാകും പുതിയ അധ്യക്ഷൻ. പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ ആരെക്കൊണ്ട് സാധിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസാന നിമിഷത്തെ തിരച്ചിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ സുധാകരനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ എന്ത് വന്നാലും കസേര വിട്ടുതരില്ല എന്ന മട്ടാണ് സുധാകരന്. മുതിർന്ന നേതാവല്ലേ, മുഖം മുറിഞ്ഞൊന്നും പറയാനും പറ്റില്ല എന്ന സങ്കടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ്. KPCC അധ്യക്ഷനെ മാറ്റുന്നില്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസിൽ ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നീക്കം ശക്തമാക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. അതാകുമ്പോൾ ദേശീയ നേതാവെന്ന നിലയ്ക്ക് ഒരു ഷോളും ഇട്ടുകൊടുത്ത് നൈസായിട്ട് ഒഴിവാക്കാം. സുപ്രധാന നേതാക്കൾ മാത്രമടങ്ങുന്ന കമ്മിറ്റിയെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിക്കാനാണ് നീക്കം. കെ സുധാകരനെ മാറ്റണമെന്ന ആഗ്രഹം ദേശീയ നേതൃത്വത്തിന് ഉണ്ടെങ്കിലും സമവായം കണ്ടെത്താനാകാത്തതാണ് കാരണം. സുധാകരന് ചുണയില്ലാത്തതാണ് കാരണമെന്നും കേൾക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം KPCC ആസ്ഥാനത്ത് പോലും കെ സുധാകരൻ എത്തുന്നത് വളരെ കുറവാണ്. സുധാകരന് പകരം മറ്റൊരു അധ്യക്ഷനെ കണ്ടെത്താനുള്ള ആലോചനകൾ തുടങ്ങിയതുമാണ്. പക്ഷെ പദവി ഒഴിയുന്നതിൽ കെ സുധാകരൻ അതൃപ്തനാണ്. നിർബന്ധപൂർവ്വം മാറ്റുന്നതിന് പകരം സംഘടനയെ ചലിപ്പിക്കാൻ മറ്റ് മാർഗമെന്ന നിലയിലാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ ആലോചന. ഇത്രയും വയസ്സുള്ളതല്ലേ, വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കാൻ ടൈം ആയില്ലേ സുധാകര? വയ്യെങ്കിലും സ്ഥാനമൊഴിയുന്ന പ്രശ്നമില്ല, അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷന്മാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ മാത്രമടങ്ങുന്ന കോർ ഗ്രൂപ്പിന് രൂപം നൽകാനാണ് ശ്രമം. അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇക്കാര്യം സുധാകരനെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തതാണ് പ്രധാന തടസ്സം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും പിന്നാലെ എത്തുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുമാണ് പാർട്ടിക്ക് മുന്നിലെ വെല്ലുവിളി. പാർട്ടിക്ക് പുതുജീവൻ നൽകിയില്ലെങ്കിൽ 2021 ആവർത്തനം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്ന ആശങ്ക ദേശീയ നേതൃത്വത്തിനുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ സുധാകരനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.